അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആമസോണിൽ നിന്നുള്ള കുറച്ച് ലിപ്സ്റ്റിക് ഹോളാണ്. അപ്പോൾ ആമസോണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 to 80% മിനിമം ഓഫ് കിട്ടുന്നുണ്ട് 1500+ ബ്രാൻഡ്സിന്. അപ്പോൾ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഹോളിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത കുറച്ചധികം ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ആണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. അതും അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ കുറച്ചധികം ലിപ്സ്റ്റിക്സ് ആണ്. അതിൽ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത് ഏതാണെന്ന് അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ആദ്യത്തെ ലിപ്സ്റ്റിക് വന്നിട്ട് മാർസ് എന്നുള്ള ലിപ്സ്റ്റിക് ആണ്. മാർസിന്റെ ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ജാസി ജൂമർ എന്നാണ് ഷെയ്ഡ് നെയിം. ഷെയ്ഡ് നമ്പർ വന്നിട്ട് 50. സോ ഇതുപോലൊരു ബ്യൂട്ടിഫുൾ പാക്കേജിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ ഡിസൈൻ ഒക്കെ കൊടുത്ത് ഗോൾഡ് ഇംപ്രിന്റ് ഒക്കെ ചെയ്തിട്ട് ഉള്ളൊരു പാക്കേജിംഗ് ആണ്. ഇതാണ് നമ്മുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്. ഫസ്റ്റ് ടൈമാണ് ഈ ഷെയ്ഡ് ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഹോളിൽ കാണിക്കുന്ന എല്ലാ ഷെയ്ഡ്സും ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. പാക്കേജിംഗ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പാക്കേജിംഗിലാണ് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 199 റുപ്പീസിനാണ്. പക്ഷെ ഞാൻ പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു ഷെയ്ഡിന് ഡിസ്കൗണ്ട് കാണിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എനിക്ക് എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ ഇടുമ്പോൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഞാൻ എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സോ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ് സാധാരണ യൂസ് ചെയ്യാറില്ല. ഒരു പിങ്കിഷ് ടോണിൽ തന്നെ ഷെയ്ഡ് പോലെ ഇരിക്കുന്നില്ലേ. ഇതൊരു പിങ്കിഷ് ടോൺ പോലെയാണ് വീഡിയോയിൽ കാണുമ്പോൾ. ഇത് ഞാൻ ഇടുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിൽ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു റെഡിഷ് ടച്ച് ഉണ്ട്. ഇട്ട് നോക്കുമ്പോഴത് മനസ്സിലാവുള്ളൂ. പിന്നെ കളർ തിയറി വെച്ചിട്ട് നമുക്ക് ഓരോ സ്കിൻ ടോണിനും ഓരോ രീതിയിലായിരിക്കും നമ്മുടെ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് വരുന്നത്. ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ് ട്രൈ ചെയ്യാറേ ഇല്ല. നിങ്ങൾക്കൊരു പിങ്കിഷ് കളറാണ് പറയുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തപ്പോൾ ഏകദേശം ഈ ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്കിൻ ടോൺ വരുമ്പോഴത്തേക്കും കളർ ഈ രീതിയിലാണ് മാറുന്നത്. എൻ്റെ ഫേസിൻ്റെ കളറും കയ്യിലെ കളറും രണ്ടൊക്കെയാണ്. അപ്പോൾ ഫേസിൽ ഇട്ടപ്പോഴത്തേക്കും ലിപ്പിൽ ഇട്ടപ്പോഴത്തേക്കും അത് ഒരു പിങ്കിഷ് ഇതിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ് ട്രൈ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ട്രൈ ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ കാണാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കോമെന്റ് ചെയ്യാം കേട്ടോ. അപ്പം ഷെയ്ഡ് നെയിം ജാസി ജൂമർ ആണ്. ഇത് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അപ്പം ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്നത് ഇതൊരു സോഫ്റ്റ് ക്രീമി ടെക്സ്ചറിലാണ് പ്രോഡക്റ്റ് വരുന്നത്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്, ഹൈലി പിഗ്മെന്റഡ്, വൺ സ്വൈപ്പ് കളർ, ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ, ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് പറയുന്നുണ്ട്. ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് പറയുന്നില്ല, എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്മൂത്ത് ആണ്, ഭയങ്കര വെയിറ്റ് ഉള്ളതായിട്ടൊന്നും തോന്നില്ല, വെയിറ്റ്ലെസ് ആണ്, ക്രീമി ടെക്സ്ചറാണ്. പ്രോഡക്റ്റ് ഇതിൽ ക്ലെയിം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത്യാവശ്യം കറക്റ്റാണ്. ഹൈഡ്രേഷൻ, മോയ്സ്ചറൈസേഷൻ, നല്ലൊരു ക്രീമി ടെക്സ്ചറുള്ളൊരു ലിപ് ബ്രാൻഡ് മീൻസ് പ്രോഡക്റ്റാണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് ഈ ഒരു ക്രീമി മാറ്റ് ലിപ്സ്റ്റിക്ക്. മാറ്റാണ്, ഷൈനി ടെക്സ്ചർ അല്ല വരുന്നത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്കത് ട്രാൻസ്ഫർ പ്രൂഫ് ആണോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ വലിയ രീതിയിൽ ഇത് ട്രാൻസ്ഫർ ആയിട്ടില്ല. ചെറിയൊരു ടിൻറ്റ് മാത്രമേ നമ്മുടെ ടിഷ്യൂ പേപ്പറിലോ ട്രാൻസ്ഫർ ആയിട്ടുള്ളൂ. അപ്പം അത് വലിയ ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നില്ല. ലോങ് ലാസ്റ്റിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ചായയോ കോഫിയോ ഒക്കെ കുടിച്ച് കുറച്ച് നേരം നോക്കിയാലേ അത് മനസ്സിലാവുള്ളൂ. ബട്ട് അതർവൈസ് നല്ലൊരു പ്രോഡക്റ്റ് ആണ്. 199 റുപ്പീസിന് അടിപൊളി ഒരു ലിപ്സ്റ്റിക് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കാം. ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഇതിന്. 24 ഷെയ്ഡ്സ് ഈ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ നോക്കാം. ഏകദേശം എല്ലാ ഇതിലും റെഡ്സ്, മീൻസ് പ്ലം, പീച്ച്, ബ്രൗൺസ്, അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് നോക്കാം. ന്യൂഡ് ഷെയ്ഡ്സ് ഒരുപാടുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓറഞ്ച്, അങ്ങനെ പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് റേഞ്ച് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്തത് മാർസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു ഹോളിൽ കാണിക്കുന്ന എല്ലാം മാർസ് അല്ല, ഇനിയും വേറെ ബ്രാൻഡ്സ് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യം ഈ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്രയോൺസ് എല്ലാം ട്രൈ ചെയ്തിട്ട് പിന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യം ഇത് ചെയ്യുന്നത്. അപ്പോൾ മാർസ് എന്നുള്ള ലിപ്സ്റ്റിക്ക്
ലിപ്സ്റ്റിക് വന്നിട്ട് ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് വോണ്ട് ബട്ട് ലിപ് ക്രയോൺ ആണ്. ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, പവർ ഗേൾ എന്ന് പറഞ്ഞിട്ട്. അത് കുറച്ചധികം വൈറലായ ഒരു ഷെയ്ഡായിരുന്നു. ഈ ഒരു ക്രയോൺ എന്ന് വന്ന് തന്നെ പവർ ഗേൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓരോ ഷെയ്ഡ് പവർ ഗേൾ എന്നാണ് ഷെയ്ഡ്. ഒരു ഓറഞ്ച് ടിൻറ്റ് വരുന്ന ഒരു ഷെയ്ഡ്. അപ്പോൾ അത് പലർക്കും പല സ്കിന്നുകാർക്കും പല രീതിയിലാണത് വരുന്നത്. ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഒരു ഓറഞ്ച് ടിൻറ്റാണ് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് പവർ ഗേൾ. അപ്പം ഇത് വന്നിട്ട് ഐ ആം പവർഫുൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് 08. ഇങ്ങനെ പുറമേ കാണുമ്പോൾ ഒരു പ്ലം അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇത് തുറന്ന് നോക്കുമ്പോഴേ അറിയത്തുള്ളൂ കറക്റ്റ് ഷെയ്ഡ് എന്താണെന്ന്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷാർപ്നർ കൂടെ കിട്ടുന്നുണ്ട്. ഷാർപ്പ് ചെയ്ത് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 279 റുപ്പീസ് ആണ്. നമ്മൾ ആമസോണിൽ നിന്ന് 239 റുപ്പീസിനാണ് പ്രോഡക്റ്റ് വാങ്ങിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ലിപ്സ്റ്റിക്ക് വരുന്നത്. ക്രയോൺ ആണ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ അറിയാം. കാര്യം നേരത്തെ ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ വേറൊരു ഷെയ്ഡ് ട്രൈ ചെയ്തതുകൊണ്ട് എനിക്ക് ടെക്സ്ചർ അറിയാം. നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മാറാനായിട്ട് തുടങ്ങും. അത്യാവശ്യം നേരം അത് നിൽക്കുന്നുണ്ട്. ഒരുപാട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം 279 റുപ്പീസിന് നമുക്ക് ഒരുപാടൊക്കെ എക്സ്പെക്ട് ചെയ്യണത് മോശമല്ലേ. എന്നാലും അത്യാവശ്യം മോശമല്ലാത്ത ഒരു നല്ലൊരു ലിപ്സ്റ്റിക്കാണ്, നല്ലൊരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ചെയ്ത്. എൻ്റെ കയ്യിൽ മോസ്റ്റ്ലി ഉള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ഓറഞ്ച് സ്റ്റിൻ്റുള്ള പവർ ഗേൾ പോലത്തെ ആ ഒരു ഷെയ്ഡ് റേഞ്ചിലാണ് എൻ്റെ മിക്ക ലിപ്സ്റ്റിക്കും. ആ ഒരു ഷെയ്ഡ് റേഞ്ചിലാണ് ഉള്ളത്. ഇങ്ങനത്തെ ഒരു പിങ്കിഷ് ടോൺ, പ്ലം, റെഡിഷ് ടോൺ, ഇങ്ങനെയുള്ള ഷെയ്ഡ്സ് എല്ലാം എൻ്റെ വളരെയധികം കുറവാണ്. പക്ഷെ ഈ ഒരു ഷെയ്ഡ് അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട്. എന്നെ കുറച്ചും കൂടെ ബ്രൈറ്റ് ലുക്കിലോട്ട് കൊണ്ടുവന്നു ഇല്ലേ. നൈസ് നൈസ് നൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബ്രൈറ്റ് കളേഴ്സ് ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ ആം പവർഫുൾ എന്ന് പറഞ്ഞ ഷെയ്ഡ് മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 24 ഷെയ്ഡ്സ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ 279 റുപ്പീസിന് ഇത് അടിപൊളിയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ്. വൺ സ്വൈപ്പിൽ തന്നെ നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാണിച്ച മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കിനും ഇതേ ഒരു ടെക്സ്ചറാണ് വരുന്നത്. ലൈക്ക് നല്ല പിഗ്മെൻറ്റേഷനും ഉണ്ട്. അതുപോലെ തന്നെ വൺ സ്വൈപ്പിൽ തന്നെ നമുക്ക് ആ ഒരു പിഗ്മെൻറ്റേഷൻ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷൻ തന്നെ ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മാഴ്സ് അടിപൊളി ജോബാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതും മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സോ അടുത്ത ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലാക്മേ ഫോറെവർ എന്നുള്ള ലിപ്സ്റ്റിക്കാണ്. മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇനി നമ്മൾ നോക്കാൻ പോണ എല്ലാം ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പാക്കേജിൽ തന്നെ ലിപ്സ്റ്റിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം ഇങ്ങനത്തെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് 399 റുപ്പീസാണ്. പക്ഷെ ഞാനിത് ഓഫറിൽ വാങ്ങിച്ചത് 312 റുപ്പീസിനാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, മാറ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഷെയ്ഡ് വന്നിട്ട് കോറൽ സെൻസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതിൽ ഏകദേശം 18 ഷെയ്ഡ്സ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. പേർപ്പിൾസ്, ന്യൂഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 18 ഷെയ്ഡ്സ് ആണ് കിട്ടുന്നത്. റെഡ്സ് ഒക്കെ എനിക്ക് തോന്നുന്നു കുറവാണ്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടല്ലോ ഒരു കോറൽ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. എനിക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കറിയില്ല, ഇട്ട് നോക്കുമ്പോഴേ അറിയുള്ളൂ. വാനില അല്ല, ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ മണം പോലെയൊക്കെ വരുന്നു. എന്താണോ എന്തോ. എനിക്ക് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് ഇളക്കിക്കളയാൻ ഇച്ചിരി പാടാ. എന്നുവെച്ചാൽ റിമൂവ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാ. നോക്കാം. ഓ, കുട്ടികളെ എങ്ങനെ ഉണ്ടതാ? അയ്യോ, എനിക്കിത് കണ്ടിട്ട് മറ്റേ കൊച്ചിനനിപ്പയുടെ സീനാണ് ഓർമ്മ വന്ന. ആ ഒരു ഷെയ്ഡ് പോലുണ്ട്. ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ. ആ ജന്തു ഇങ്ങനെ ഇരിക്കുന്നില്ലേ. ഇത്
ഇത് നമുക്ക് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ് യൂസ് ചെയ്യൽ ഭയങ്കര കുറവാണ്. ഇതന്നെയല്ല ഞാൻ എല്ലാ ഷെയ്ഡിനും പറഞ്ഞത്. പക്ഷെ ഇങ്ങനത്തെ ഷെയ്ഡ് ഒട്ടും ഞാൻ യൂസ് ചെയ്യാറില്ല. മോശം എന്നല്ല, ഇങ്ങനെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഓക്കെ ഓക്കെ. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, കാര്യം അതിൻ്റെ അകത്ത് പേർപ്പിൾസ് ന്യൂഡ്സ് ആണ് കൂടുതൽ ഉള്ളത്. അപ്പം അതിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡാണ് ഈ കോറൽ സെൻസ് എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പം ഇത്രയൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് വലിയ മോശമുള്ള ഷെയ്ഡല്ല. നമുക്ക് ലിപ് ലൈനർ കുറച്ച് ഡാർക്കൊക്കെ കൊടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാക്കാം. ഇല്ലെങ്കിലും മോശമല്ല, കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് തന്നെയാണ്. നേരിട്ട് കാണുമ്പോഴത്തേക്കും എന്തോ പോലെ. പിന്നെ ഇതിൻ്റെ കളർ പേ ഓഫ് നോക്കുകയാണെങ്കിൽ വലിയ രസമില്ല കേട്ടോ. അയ്യോ പല്ലിലൊക്കെ. അപ്പം ഇതിൻ്റെ കളർ പേ ഓഫ് നോക്കുകയാണെങ്കിൽ വലിയ രസമില്ല. 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തെടുക്കണം. കുറച്ച് നേരം എടുക്കും അതൊന്ന് ഡ്രൈ ആവാനായിട്ട്. ചെറിയ രീതിയിൽ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഡ്രൈ ആവാൻ കുറച്ച് നേരം കൂടെ എടുക്കും, അതുകൊണ്ടായിരിക്കും ട്രാൻസ്ഫർ ആവുന്നത്. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ പ്രൂഫായിട്ട് വർക്ക് ആവുമായിരിക്കണം. ഇത് കുറച്ചൊരു സ്റ്റിക്കി ആയിട്ട് ഇരിപ്പുണ്ട്. 399 അത് മാർസൊക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മാർസനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, അത്രേ ഞാൻ പറയുള്ളൂ. മസ്റ്റ് ട്രൈ ആയിട്ടൊന്നും ഞാൻ പറയത്തില്ല. ഇതിപ്പോൾ ഏകദേശം ഡ്രൈ ആയി, ഒരു സോഫ്റ്റ് മാറ്റ് ലുക്കിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ ലുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ഫിനിഷിങ് നോക്കാം, ഞാൻ ക്ലോസ് കാണിച്ചു തരാം. ഫിനിഷിങ് നോക്കുകയാണെങ്കിൽ 2 പ്രാവശ്യം 2 ലെയർ അപ്ലൈ ചെയ്തിട്ടും ഇവിടേക്ക് അത് കറക്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പം ഞാനൊരു വീണ്ടും ഒരു കോട്ടിങ് കൂടെ കൊടുക്കുമ്പോൾ അതിങ്ങനെ ലെയറായി കൊടുക്കും. ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ലെയർ ചെയ്യും തോറും അതിങ്ങനെ ഹെവി ആയിട്ട് വരികയുള്ളൂ. അത് തിക്കാവും. പിന്നെ അതിങ്ങനെ ഇങ്ങനെ ഊരിയെടുക്കേണ്ട ആ ഒരു തിക്നെസ്സിലോട്ട് വരും. നമ്മൾ ഒറ്റ ലെയർ കൊടുക്കുന്നതാണ് ലിക്വിഡ് ലിപ്സ്റ്റിക് എപ്പോഴും നല്ലത്. ഇത്രയും കളർ പേ ഓഫ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ അത് വീണ്ടും ഒരു തിക്ക് ലെയറിലോട്ട് പോകും. സോ ബെറ്റർ കുറച്ചുകൂടെ കളർ പേ ഓഫ് ഉള്ള ലിപ്സ്റ്റിക് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നതാണ്. അപ്പം ഇത് 399 മസ്റ്റ് ട്രൈ ആണെന്ന് വെച്ചാൽ നോ, 399 മസ്റ്റ് ട്രൈ ഒന്നുമല്ല, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പം അടുത്ത ലിപ്സ്റ്റിക് വന്നിട്ട് മേബ്ലിൻ എന്നുള്ള ലിപ്സ്റ്റിക്കാണ്. ഈ ഒരു ലിപ്സ്റ്റിക് റേഞ്ച് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ ഷെയ്ഡ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് മേബ്ലിൻ ന്യൂയോർക്ക് സെൻസേഷൻ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് വന്നിട്ട് മെയ്ഡ് ഈസി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. 11 ഷെയ്ഡ് നമ്പർ 11 ആണ്. സോ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, മാറ്റ് ഫിനിഷ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്തതുകൊണ്ട് ഇതെനിക്കറിയാം. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഫിനിഷ് തരുന്ന ഒരു മാറ്റ് ലിപ്സ്റ്റിക് ആണ്. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ മണമാണ്. ഇതൊന്ന് ഞാൻ മണപ്പിച്ച് നോക്കട്ടെ. ഒരു മരുന്നിൻ്റെ മണമാണ് എനിക്കിത് മണപ്പിക്കുമ്പോഴൊക്കെ വരുന്നത്. ഞാൻ അത് റീൽസിൽ എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ മരുന്നിൻ്റെ മണം വലിയ ഇഷ്ടമല്ല. പക്ഷെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മരുന്നിൻ്റെ മണം വരില്ല. പക്ഷെ അല്ലെങ്കിൽ ഒരു മരുന്നിൻ്റെ മണം അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്കിഷ്ടമില്ല. എന്നാൽ ഈ ഒരു ഷെയ്ഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, എനിക്ക് ഈ ഷെയ്ഡ് ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ്സാണ് കൂടുതൽ ഇടാറ്. ഒരു ഓറഞ്ചിഷ് അല്ലെങ്കിൽ ഒരു ഡാർക്കിഷ് ടോണിലോട്ട് വരുന്ന രീതിയിലുള്ള ഷെയ്ഡ്സാണ് ഞാൻ കൂടുതലായിട്ട് ട്രൈ ചെയ്യാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഷെയ്ഡ്. നേരിട്ട് കാണാൻ ഇത് ഭയങ്കര രസമാണ് ഇങ്ങനത്തെ ഷെയ്ഡ്സ്. ദിസ് ഇസ് മൈ കൈൻഡ് ഓഫ് ഷെയ്ഡ്, മെയ്ഡ് ഈസി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷെയ്ഡാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 248, പലതിനും പല റേഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 349 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഓഫറിൽ 248 റുപ്പീസിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലിവർ പറയുന്ന പോലെ നോൺ സ്റ്റിക്കി ആണ്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ട്രാൻസ്ഫർ പ്രൂഫ് ആണോ എന്നും ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ചെറിയൊരു ഇതേ വരുന്നുള്ളൂ, കാര്യം ഇവിടെ ഇച്ചിരി ഡ്രൈ ആവാനുണ്ട്. അതുകൊണ്ടാണ് ചെറിയ രീതി, അത് കാണുന്ന പോലും ഇല്ല, അധികം ട്രാൻസ്ഫർ ആവാറില്ല. കുറച്ചധികം നേരം ഇതിങ്ങനെ നിൽക്കും. കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആണ്.
ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ചാൽ അല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ലിപ്സ്റ്റിക്കാണ്. അതുപോലെ തന്നെ ഇതിൽ ഏകദേശം 21 ഷെയ്ഡ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്. അടുത്ത പ്രോഡക്റ്റ് ട്രൈ ചെയ്യാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാര്യം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കുറേ എന്താ പറയുക ആഡും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂസും അത്യാവശ്യം നല്ല റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ഇത് ഫേ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഫേ ബ്യൂട്ടി ലിപ് വിപ്പ് 12 hour മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ലോങ് വെയർ ആണ്, നോൺ ഡ്രൈയിങ് ആണ്, സോഫ്റ്റ് മൂസ് സ്മച്ച് പ്രൂഫ് ഫോർമുലയാണ്, വീഗൻ ആണ്, എൻറിച്ച് വിത്ത് വിറ്റമിൻ ഇ ആൻഡ് ചെറി കോഫി. ഓക്കെ, അപ്പോൾ എനിക്കിതിൽ വലിയ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ലിപ്സ്റ്റിക്. ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഫേ ബ്യൂട്ടി ലിപ് വിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. ക്വാളിറ്റി ഫ്രീ വീഗൻ പ്രോഡക്റ്റ് ആണ്. എനിക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇതും എനിക്ക് ഇഷ്ടപ്പെടാനാണ് ചാൻസ് കൂടുതൽ. ഷെയ്ഡും കൂടെ കറക്റ്റ് ആയ പൊളിച്ചോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 650 rupees. പക്ഷെ ഞാനിത് വാങ്ങിച്ചത് 552 rupees-നാണ്. സെയിൽ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. പാക്കേജിംഗ് ഒക്കെ നോർമൽ ഒരു പാക്കേജിംഗ് ആണ്, പക്ഷെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പാക്കേജിംഗ് ആണ്. നമ്മൾ നോർമലി ലിക്വിഡ് ലിപ്സ്റ്റിക് ഒന്നും ഇങ്ങനെയൊന്നും വരാറില്ല. പക്ഷെ ഇത് കണ്ടിങ്ങനെ പേസ്റ്റ് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടുന്നതാവാം, എനിക്കറിയില്ല, നോക്കാം. സോ ഇങ്ങനെ നമ്മൾ നോർമൽ ലിപ്സ്റ്റിക് വാണ്ട് വരുന്ന പോലെ തന്നെയാണ് ഇതിലും വരുന്നത്. ഞാൻ വെച്ചിങ്ങനെ നമ്മുടെ ലിപ് ബാം ഇടില്ലേ, അതുപോലെ ഇടാൻ പറ്റിയ എന്തെങ്കിലും ആയിരിക്കും എന്നാണ്. പക്ഷെ അല്ല, ലിക്വിഡ് ലിപ്സ്റ്റിക് എടുക്കുന്ന പോലെ വാണ്ടൊക്കെ വന്നിട്ട് അത് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനാണ്. നേരത്തെ ബട്ടർ സ്കോച്ച് മണത്തെ പോലത്തെ ഒരു മണം. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ട്. This is not my kind of shade, but still workable ആണ്. ഓക്കെ, നമുക്കിത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്. ഷെയ്ഡ് നെയിം ഞാൻ പറഞ്ഞില്ലല്ലേ. ഷെയ്ഡ് നെയിം വന്നിട്ട് ലക്കി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഒരു ന്യൂഡ് കോറൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡാണ്. എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഷെയ്ഡല്ല, എന്നാൽ നൈസ് ഒരു ഷെയ്ഡാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഫിനിഷിങ് അടിപൊളി, പിഗ്മെൻറ്റേഷൻ അടിപൊളി, ഗ്ലൈഡ് ചെയ്ത് നമുക്ക് ഒറ്റ സ്വൈപ്പിൽ തന്നെ 1 സ്വൈപ്പ് അടിപൊളി. കുറച്ച് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ പ്രൂഫും ആയിരിക്കണം. മാറ്റ് ഫിനിഷാണ് വന്നിരിക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ക്രീമി ടെക്സ്ചർ പോലത്തെ മൂസ് എന്നല്ലേ പറഞ്ഞത്, അങ്ങനത്തെ ഒരു ടെക്സ്ചർ തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഫിനിഷ് തരുന്നുണ്ട്. ട്രാൻസ്ഫർ പ്രൂഫാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ട്രാൻസ്ഫർ പ്രൂഫുമാണ്. അപ്പോൾ 650 rupees-ന് മസ്റ്റ് ട്രൈ ആണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു പ്രോഡക്റ്റ് ആണിതെന്ന്. ഞാനിത് ഒരു റിവ്യൂ പോലെ ഒരു റീൽസിലിടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റുമല്ലോ. ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പം ഇന്ത്യൻ ബ്രാൻഡ്സിനെ മസ്റ്റായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യൻ ബ്രാൻഡിൽ ഇത്രയും ഏറെ ഗുണങ്ങളുള്ള ഒരു പ്രോഡക്റ്റ് ഒരു വളരെ നല്ല കാര്യമാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. 650 rupees-ആണ് ഇതിൻ്റെ വരുന്നത്. പക്ഷേ 552 ഓഫറിനൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫിനിഷിങ്ങിൽ വരുന്ന ഹൈ എൻഡ് ബ്രാൻഡ്സും ഒക്കെ ഉണ്ട് ഈ ഒരു ഫിനിഷിങ്ങിൽ വരുന്ന. അപ്പം അതിനെക്കാട്ടിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും നല്ല ഒരു ക്വാളിറ്റി, പിഗ്മെൻറ്റേഷനൊക്കെ സൂപ്പറാണ് കേട്ടോ. അപ്ലൈ ചെയ്യാൻ ആ കവറേജ് ഉണ്ട്. നേരത്തെ നമ്മൾ ലാക്മേ അപ്ലൈ ചെയ്ത പോലെ ഒന്നുമല്ല, ഒറ്റ ഇതിൽ തന്നെ ആ ഒരു ഫുൾ കവറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഭാഗത്തുനിന്ന് തംസ് അപ്പ് ആണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് ഹോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഫുൾ ഹോൾ വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫേ ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് റേഞ്ചാണ്. അതിൻ്റെ ഫിനിഷിംഗ് ആയാലും അതിൻ്റെ കളർ ആയാലും അതിൻ്റെ
എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രൈസ് റേഞ്ച് കുറച്ച് ഹൈ ആണ്, 650 ആണ് വരുന്നത്. ബട്ട് സ്റ്റിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ആയാലും എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്സ് ഭയങ്കര നല്ലതാ. എനിക്ക് ഇഷ്ടപ്പെടാത്ത ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാ ലാക്മേയുടെ ഈ ഒരു ഇത് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ നിങ്ങൾക്ക് ഏത് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏത് ലിപ്സ്റ്റിക്കാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ വന്നിട്ട് കോമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.